അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിദ്യാർത്ഥികളെ, നമ്മൾ ബാക്കി തുടങ്ങുകയാണ്. मैं तुमसे बहुत खुशी हूँ मैं तुमसे बहुत खुश हूँ मैं तुमसे बहुत खुश हूँ और तुम्हें इनाम देना चाहता हूँ. बादशाह ने प्याला वापस करते हुए कहा. इनाम कहांगे, ये तो मेरा फ़र्ज था. बूढ़ा बोला. नहीं, तुम्हें इनाम ज़रूर मिलेगा. तुम्हें 2 गाँव जागीर में दे दिए जाए. लाए काज इस पर लिख दूँ. काज लेकर दिल्ली चले जाना और बादशाह को दुख देना. वो तुम्हें 2 गाँव दे देगा. बूढ़े की आंखें हैरत से बढ़ गई. उसे अपने कानून पर यकीन नहीं आ रहा था. मेरे पास कहा. बूढ़ा बोला. बादशाह ने प्यूपल का एक बड़ा सा पत्ता उड़ा लिया और इस पर लिखकर बूढ़े को देते हुए कहा, लो, ये बादशाह की खिदमत में पेश कर देना. ഓക്കെ, ഇനി നമ്മൾ ബാക്കി പാടുകയാണ്. മൈ തുംസെ ബഹുത് ഖുശ് ഹൂം. ഞാൻ അപ്പോൾ രാജാവ് പറയണം, മൈ തുംസെ ബഹുത് ഖുശ് ഹൂം, ഞാൻ നിന്നിനാൽ എന്താണ് വളരെ സന്തോഷവാനാണ്. കാരണം എന്താണ്, ബാദ്ഷാക്ക് എന്താണ് ദാഹിച്ച് വഴിഞ്ഞപ്പോൾ വെള്ളം കൊടുത്തു, അല്ലേ, പാല് കൊടുത്തു. ആര്? ഈ ചർവാഹ്, ഈ ആട്ടിടിയൻ. അപ്പോൾ ഞാൻ നിന്നെ വളരെ സന്തോഷവാനാണ്. അവർ അതോടൊപ്പം തുമ്മെ നിനക്ക് അനാം ദേന ചാഹ്താവും, ഞാൻ നിനക്ക് ഒരു പ്രത്യുപകാരം നൽകാൻ, സമ്മാനം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബാദ്ഷാനെ പ്യാല വാപ്പസ് കർത്തെ ഹുയെ കഹ. ബാദ്ഷാനെ രാജാവ് പ്യാല നമ്മുടെ പാത്രം, വെള്ളം കുടിച്ച പാത്രം വാപ്പസ് കർത്തെ തിരിച്ചു കൊടുത്തിട്ട്, വാപ്പസ് കർത്തെ ഹുയെ കഹ, അത് തിരിച്ചു കൊടുത്തിട്ട്, പാത്രം തിരിച്ചു കൊടുത്തിട്ട് രാജാവ് പറഞ്ഞു, ഞാൻ നിനക്കൊരു സമ്മാനം നൽകാൻ ആഗ്രഹിക്കുന്നു. അനാം കാഹാങ്കെ, എന്തിനാ സമ്മാനം? ഏത്തോ മര ഫറത്ത, ഇത് എനിക്ക് നിങ്ങളോട് ചെയ്യൽ നിർബന്ധമാണ്, അത് ഞാൻ ചെയ്യൽ നിർബന്ധമാണ്. ബൂഡ പോലെ. അപ്പോൾ ബുഡ പോലെ ആര് പറഞ്ഞു? ഈ വയസ്സായ ആള് പറഞ്ഞു, ഈ ആടിനെ പറഞ്ഞത്, എനിക്ക് സമ്മാനം എന്തിനാ, ഞാനിത് ചെയ്യൽ ഫറലാണല്ലോ. अनाम कहांगे, ये तो मेरा फल था. बूढ़ा बोला. नहीं, तुम्हें अनाम ज़रूर मिलेगा. नहीं, ഇല്ല, തുമ്മെ നിശ്ചയമായി നിനക്ക് അന്നാം ज़रूर मिलेगे. നിനക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടും? പാരിതോഷികം, സമ്മാനം കിട്ടും. തുമ്മെ 2 गाँव जागीर में दिए जाए हैं. നിനക്ക് 2 गाँव 2 ഗ്രാമങ്ങൾ ജാഗീർ ഫ്രീ ആയിട്ട് ദിയേ ജായേ ഹൈ, നിനക്ക് ഫ്രീ ആയിട്ട് നൽകാൻ പോകുന്നു. നിനക്ക് 2 ഗ്രാമങ്ങൾ ഫ്രീ ആയി നൽകാൻ പോകുന്നു. ലാവോ കാസ്, എന്ത് കൊണ്ടുപോവാ? കൊണ്ടുപോവാ. കാസ്, പേപ്പർ കൊണ്ടുപോവാ. ഉസ്പർ ലിഖ് ദൂ, അയ്മൽ ഞാൻ എഴുതി തരാം. കാസ് ലേക്കർ ദില്ലി ചലേ ജാന, ഈ എഴുതിയ പേപ്പർ കൊണ്ട് നീ എന്ത് ചെയ്യണം? ഡൽഹിയിലേക്ക് പോകണം. ഡൽഹിയിലേക്ക് പോകണം. അവർ അതോടൊപ്പം ബാദ്ഷാക്കോ ദേഖ്ദേന, ഇത് ബാദ്ഷാനെ കാണിക്കുകയും വേണം. അദ്ദേഹം, ആ ബാദ്ഷാ തുമ്മെ 2 गाँव ദേ ദേഗ, ആ ബാദ്ഷാ നിനക്ക് 2 ഗ്രാമങ്ങൾ നൽകുന്നതാണ്. ബുഡ്ഢയ്ക്ക് ആങ്കെ ഹൈറത്ത് സെ പടുകൈ. ബുഡ്ഢ, ഈ വയസ്സായ ആളുടെ കണ്ണുകൾ ഹൈറത്ത് അത്ഭുതത്താൽ പടുകൈ, അത്ഭുതപ്പെടാന്തരായിക്കൊണ്ട് അന്തം മുട്ടുന്നത്. പടുകൈ പറഞ്ഞാൽ അതിലാണ് വീഗ, ആയിരുന്നിറങ്ങുന്നതിനാണ് പറയട്ടോ. അതിലാണ് പോണു. ഉസേ അപ്പനെ കാനൂൻ पर यकीन नहीं आ रहा था. ഈ വാർത്തയുടെ മേൽ, ഈ കാര്യത്തിൻ്റെ മേൽ, അപ്പനെ കാനൂൻ, എൻ്റെ ചെവി കാനൂൻ पर, ചെവിൻ്റെ മേൽ യക്കീൻ നെഹി ആ രഹാ ത. യക്കീൻ ഉറപ്പ്, നെഹി ആരാത്ത ഉറപ്പാണ് വരുന്നില്ല. കാരണം വെച്ചാൽ ഈ ബുദ്ധക്ക് ഇതൊന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല. ബുദ്ധക്ക് പോയി 2 ഗ്രാമങ്ങൾ മൊത്തം എൻ്റെ പേരിൽ എഴുതി തരേ.
ഇത് ബുദ്ധ ചൗടിൽ കേട്ടിട്ട് ബുദ്ധക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ബുദ്ധ ഒരു അന്താളിപ്പിൽ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, മേരെ പാസ് കാസ് കഹ, എൻ്റെ അടുത്ത് മേരെ പാസ് കാസ് കഹ ബുദ്ധ പോലെ, മേരെ പാസ് എൻ്റെ അടുത്ത് കാസ് പേപ്പർ കഹ, എവിടെ എൻ്റെ അടുത്ത് പേപ്പർ, എൻ്റെ അടുത്ത് പേപ്പറൊന്നും ഇല്ലായിരുന്നു. ബാദ്ഷാനെ पियोपिल बादशाह ने पियोपिल का एक बड़ा सा पत्ता, ബാദ്ഷാ രാജാവ് പിയോപ്പിൾ എന്നൊരു മരമുണ്ട്, ഒരു മരത്തിൻ്റെ മരത്തിൻ്റെ ഏക്ക് ബഡാസ പത്ത, വളരെ വലിയൊരു ഇല, പത്ത പറഞ്ഞാൽ എന്ത് ഇല ഉടാലിയ എന്ത് എടുത്തു, വലിയൊരു പേപ്പർ, വലിയൊരു ഇല ആരെടുത്തു, രാജാവ് പിയോപ്പിൾ എന്ന മരത്തിൻ്റെ ഇല എടുത്തു. और इस पर लिखकर बूढ़े को दिए हुए कहा, इस पर लिखकर उस पर അയിമല് എന്താ എഴുതിയിട്ട് ബൂഡേക്കോ ആരോട്, ഈ വയസ്സായ കാക്കാനോട് ദിയെ ഹുയെ കഹ, അത് നൽകിയിട്ട് അദ്ദേഹം പറഞ്ഞു, ദിയെ ഹുയെ കഹ പറഞ്ഞു. ഓക്കെ, അത് രാജാവ് അയിമ എഴുതിക്കാണ്ട് ആരോട് പറഞ്ഞു, ഈ വയസ്സായ കാക്കാനോട് പറഞ്ഞു, ലോ ഇത് പിടിക്കൂ, ये बादशाह की खिदमत में पेश कर देना, ഇത് ബാദ്ഷാ की खिदमत में, ഇത് ബാദ്ഷായുടെ സന്നിധിയിൽ, ഖിദ്മത്ത് എന്ന സന്നിധിയിൽ, പേഷ് ദേന എന്താണ് എത്തിക്കണം, അതായത് അവിടെ എത്തിച്ചു കൊടുക്കണം. ബൂഡ ദോ ഗാവോं के ख्याल में मक्खन था, ബൂഡ ഈ ബുഡ ആരെ, ഈ വയസ്സായ ഇയാൾ ദോ ഗാവോं के ख्याल में 2 ഗ്രാമം കിട്ടുക, ഈ 2 ഗ്രാമം ആർക്ക് കൊടുക്കുമെന്ന്, ഈ ബുഡക്ക് കൊടുക്കുമെന്നില്ല, അതിൻ്റെ ചിന്തയിൽ, ഖിയാൽ മേ ചിന്തയിൽ, മക്കൻ തായ്ബിൽ ഇങ്ങനെ അതിലിങ്ങനെ അതാണ് ആയിന്നിറങ്ങിപ്പോയി. ഓക്കെ, അതിലാണ് പെട്ടുപോയി. മക്കൻ അതിലാണ് മുഴുകിയിട്ട് സോച്ച് രഹാത്ത, അതിപ്പോൾ ഇങ്ങനെ അതിൽ 2 ഗ്രാം വെച്ച് കിട്ടിയപ്പോൾ എന്താവും എന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ച് അതിൽ ചിന്തിച്ച് കുത്തിറക്കാണ് ആര്, ഈ രാജാവ്. എന്തെന്നാ അബുത്തോ മാസേ ആജായെ കെ അബുത്തോ മുജ്ക്ക് അബ് ഇപ്പോൾ മസ ആജായ എന്ത് വരുന്നു, വളരെയധികം സന്തോഷം, സന്തോഷം, തമാശയാണ്. ബസ് ഈ സോച്ചത്തെ പോ ലഡ് കയറാൽ അയക്കാൻ എന്ത് ചെയ്യുക. അപ്പം അയാൾ 2 ഗ്രാമത്തിന് സന്തോഷത്തിൽ അതിങ്ങനെ ചിന്തിച്ച് അതിൻ്റെ മേലെ ലഡ് കയറാൽ അത് ആലോചിച്ച് കിടന്നുറങ്ങിപ്പോയി. പത്ത ഫറസ് പർ രഖ് ദിയ, അതായത് ഫറസിൻ്റെ വിരിപ്പ്, പത്തന ആ പേപ്പർ, ആ ഇല എഴുതി വെച്ച ഇല, ആ ഇല വിരിപ്പിൻ്റെ മേലിൽ വെച്ച് കാണ്ട് ആര് ഉറങ്ങി കടന്നു, ആര് ഈ വയസ്സായ അയാൾ. ഊങ്കിനെ ലഗറാൽ തൂങ്ങി ഉറങ്ങി, ഊങ്കിനെ ലഗറാൽ അതിന് വെച്ചാണ്ട് തൂങ്ങി ഉറങ്ങി. അജാനക് പെട്ടെന്ന് वो तड़प कर उठ गया, അങ്ങനെ പെട്ടെന്ന് തടപ്പിനെ അങ്ങനെ പെട്ടെന്ന് ആണ് ബേജാറായിക്കാണ്ട് ഉഡ് ഗയ എണീറ്റു. ഏക്ക് ബിക്കിരി എണീറ്റു. അപ്പോൾ ഉള്ള സംഭവമാണ് ഏക്ക് ബിക്കിരി, ഒരു ബിക്കിരി ഏത് ഒരു ആട് വഹി പത്ത കാരഹീത്തി, അത് ആ പത്തുണ്ടല്ലോ, വിരിപ്പം വെച്ച ഇല, ആ ഇല ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. തൂനെ ദോ ഗാവം കാലിയേ, അപ്പോൾ ഇയാൾ പറയണേ, നീ എന്താണ് ഇപ്പോൾ 2 ഗ്രാം മൊത്തം തിന്നിട്ടോ. അത് ഈ പേപ്പർ, ഈ വിരിപ്പിന് കഷ്ണം, ഈ ഇല കഷ്ണം ആര് തിന്നു, ഈ ആട് തിന്നപ്പോൾ ഇയാൾ അന്തം മുട്ടിട്ട് ഇപ്പോൾ 2 ഗ്രാമാണ് മൊത്തം തിന്നു കിട്ടോ. वो दर्दनाक आवाज़ में चीखा, वो दर्दनाक, ഈ വളരെയധികം ദുഃഖകരമായിട്ടുള്ള ആവാസ്, വളരെ ദർദനാക്കനാൽ ദുഃഖകരമായിട്ടുള്ള ആവാസ് ഒച്ചുണ്ടാക്കിയിട്ട് ആവാസ് മേ ചീഹ, അതിലിന് ഉള്ളാക്കിട്ടു. മൈത്തോ ജിൻ്റെ 2 ഗ്രാമം ഫുള്ള് തിന്നു പാടേ, 2 ഗ്രാം മൊത്തം തിന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഇതെന്നാ ഇയാൾ വളരെയധികം ദുഃഖത്തിലുള്ള ഒച്ചയിൽ ഉള്ളാക്കിട്ടിട്ട് പറഞ്ഞു.
മൈ ബർബാദ് ഹോ ഗയാ, ഞാൻ നശിച്ചു പോയി. മൈ ബർബാദ് ഹോ ഗയാ, ഞാൻ നശിച്ചു പോയി. മൈ ലുട്ട് ഗയാ, ഞാൻ കൊള്ളയടിക്കപ്പെട്ടു. ലുട്ട് ഗയാ പറഞ്ഞാൽ ഞാൻ കൊള്ളയടിക്കപ്പെട്ടു. बहुत देर तक वो बच्चों की तरह सीखता रहा. फिर सोचा दिल्ली जाकर बादशाह को सारे दास्तान सुनाए जाए. बहुत देर तक वो बच्चों की तरह സിക്താ രഹ അറാണ് തരകി അടങ്ങനെ ചുറ്റി അടങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചുറ്റി ബഹുത് ദേർത്തേക്ക് കുറേ സമയം അദ്ദേഹം അദ്ദേഹം ബച്ചോൻക്ക് കുട്ടികളെമാർക്ക് സിക്താ രഹ അതിലിങ്ങനെ മുഴുകി. അതിലിങ്ങനെ അത് കുട്ടികളെമാർക്ക് ഇങ്ങനെ ഇത് പാടി നടന്നു. ജിൻ്റെ 2 ഗ്രാം തുമ്മൈനെ ദോ ഗാവും മൈ ബർബാദ് ഹോ ഗയ മൈ ലുട്ട് ഗയ പറഞ്ഞിട്ട് ഇങ്ങനെ അതിങ്ങനെ പറഞ്ഞു നടന്നു. फिर सोचा, പിന്നെ ചിന്തിച്ചു. ദില്ലി ജാക്കർ പിന്നെ ചിന്തിച്ചു. ദില്ലിയിൽ പോയിട്ട് ബാദ്ഷാക്കോ രാജാവിനെ സാരി എല്ലാ ദാസ്താൻ കഥകളും സുനായ ജായെ എല്ലാ കഥകളും ബാദ്ഷാനോട് പറയണം. എന്ത് കഥകൾ? ഇയാൾ വന്ന് തിന്നു പോയതുമുള്ള കഥകളൊക്കെ ഇനി സുനായ ജായ ആരെ കേൾപ്പിക്കണം? രാജാവിനെ കേൾപ്പിക്കണം. ഹോ സക്താ ഹെ बादशाह को तरस आ जाए. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ദില്ലി പോയിട്ട് രാജാവിനോട് എല്ലാ കാര്യങ്ങളും പറയും. ഹോ സക്താ ഹെ ബാദ്ഷാ കോ तरस आ जाए. दिल्ली पहुंचकर उसने ओके सुनाए. हो सकता है बादशाह को तरस आ जाए और वो उसे 2 गाँव बख्श दे. അപ്പം രാജാവിൻ്റെ എല്ലാ കാര്യങ്ങളും രാജാവിനോട് പറയണം. ഹോ സക്ത സാധിക്കുമായിരിക്കും. ബാദ്ഷാക്കോ തറസ് ആ ജായേ, ബാദ്ഷാക്ക് എന്തെങ്കിലും ഒരു അലിവ് നൽകണേ, ബാദ്ഷാക്ക് എന്തെങ്കിലും ഒരു അലിവ് തോന്നണേ, ഒരു അലിവ് വരണേ. और അതോടൊപ്പം वो उसे 2 गाँव ഈ രാജാവ് ഉസെ 2 गाँव ബഖ്ഷ് ദേ, രാജാവ് ഇദ്ദേഹത്തിന് 2 ഗ്രാമങ്ങൾ ബഖ്ഷ് ദേന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് തരണേ, 2 ഗ്രാമങ്ങളൊക്കെ വെറുതെ തരണേ, രാജാവ് വെറുതെ തരണേ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. दिल्ली पहुंचकर उसने बार बार कोशिश की. बादशाह से ദില്ലിയിലെത്തിയിട്ട് ഉസിനെ അദ്ദേഹം ഇയാൾ ലാട്ടിടേന് പാവപ്പെട്ട ഈ ബുഡ അയാൾ ബാർ വളരെ പ്രാവശ്യം വളരെയധികം കോശിഷ്കി ആശ बार कोशिश की, വളരെ കുറേ വീണ്ടും കോശിഷ് കർത്തെ, കോശിഷ് എന്നാൽ പരിശ്രമിച്ചു. എന്തെന്നാൽ ബാദ്ഷാസെ മിലെ രാജാവിനെ കിട്ടാൻ വേണ്ടി കുറേ അധികം അദ്ദേഹം പരിശ്രമിച്ചു. മഗർ പക്ഷേ ഒരാളും ഒരുത്തനെയും കോട്ടയിൽ പ്രവേശിക്കുക, ഉള്ളിൽ കടത്തിവിടുക. ഗുസ്നെ ദിയാൽ ഉള്ളിലേക്ക് ഒരാളെയും കടത്തിവിടുന്നത്, അതായത് കോട്ടയുടെ ഉള്ളിലേക്ക് ഒരാളെയും കടത്തിവിടുന്നില്ല. പുറത്തുള്ള എന്ത് ഈ ദാറോൻ പറഞ്ഞാൽ ഈ കാവൽക്കാർ, ഹർബാർ കുറേ പ്രാവശ്യം എല്ലാ പ്രാവശ്യം ബിഡ്കാർക്കർ ബഗാദിയ. ബിഡ്കാർ എന്നാൽ ഭീഷണിപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തിയിട്ട് ബഗാദിയ എന്നാൽ ആട്ടി ഓടിച്ചു, അതായത് ഈ ഗുഹൻ്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു. ഇപ്പോൾ ഉസ്കി ഹാലത്ത് ആരുടെ രാജാവല്ല ഈ വയസ്സായ ആളുടെ ഹാലത്ത് ഹറാബ് ഹോ ഗയി, വളരെയധികം മോശമായി. അതായത് അയാളിങ്ങനെ ഇടങ്ങേറായി. പകലോൻ ജയ്സ ഹോ ഗയ, ഇപ്പം പിരാന്തന്മാരുടെ ജയ്സ ഹോ ഗയ, ഇപ്പോൾ പിരാന്തന്മാരുടെ കോലത്തിലാണ്. പകലോൻ ജയ്സ ഹോ ഗയ, അദ്ദേഹം പിരാന്തന്മാരുടെ കോലത്തിലായിട്ടുണ്ട്. അവർ അതോടൊപ്പം ദില്ലി കി സടക്കോം പർ,
ദില്ലിയുടെ സടക്കെന്ന് പറഞ്ഞാൽ സടക്കോൻ റോഡുകൾ സടക്കോൻ ഇപ്പോൾ റോഡ് മേൽ ചില്ലാത്ത പിർത്ത അതിലിങ്ങനെ ചില്ലാന പിർത്ത പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കി നടക്കാം. ചില്ല പിറുത്തനാൽ ഒച്ച ഉണ്ടാക്കി ഇങ്ങനെ നടക്കാം. ഡൽഹിയുടെ റോഡുകൾ ഇങ്ങനെ ഇദ്ദേഹം ഒച്ച ഉണ്ടാക്കി ഇങ്ങനെ നടക്കുകയാണ്. ബിക്രി ദോ ഗാവും കാലിയ മൈ ബർബാദ് ഹോയ ബിക്രീനെ ആടിൻ്റെ 2 ഗ്രാമങ്ങൾ തിന്നു. മൈ ബർബാദ് ഹോയ ഞാൻ എന്തായി നശിച്ചു പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും അടുത്ത ക്ലാസ്സിലേക്ക് ഇത് നല്ലവണ്ണം ഉഷായി പഠിച്ചു വരിക. അപ്പോൾ തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.